ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണാനില്ല. ഇതെവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇത് പൊളിഞ്ഞു പോയി. ഉണ്ടോ, ഇവിടെയൊക്കെ ഈ ഡാമിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സ് ആണ് മിക്കവാറും ഇവിടെയൊക്കെയാണെന്ന് പറയുന്നത്. ഒക്കെ കാട് പിടിച്ചു, ഒക്കെ നശിച്ചു പോയി. അതിൻ്റെ ഉള്ളിൽ പോകാനൊന്നുമില്ല. അപ്പം ഞാൻ ഡാമിൻ്റെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഡാമിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്ന് ഞാനിതാ കാഞ്ഞിരപ്പള്ളി ഉദ്യാനത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലേക്ക് എത്തിയിട്ടോ. താഴെ പോസ്റ്റാണ് മനസ്സിലായി, ബോച്ചരാണ് കേട്ടോ. ഓബി ചമ്മണവിൻ്റെ പോസ്റ്റാണ് കാണുന്നത്. എല്ലാവരും കായത്ത് തോന്നി ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ നിറയെ വരുന്നുണ്ട്. കാറോടെ നടക്കുന്നത് ബസ് സ്റ്റാൻഡ് കുറച്ച് അപ്പുറത്താണ്. അതാ ബസ്സിൽ പോകുന്ന വഴി കുറച്ചപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് നടന്നു വന്നത് കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വൈദ്യുതി വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൻ്റെ ആവശ്യമില്ല, ഫാസ്റ്റ് ചാർജ് നോക്കാണ്ട്. പെട്രോൾ പമ്പ് നോക്കിയാൽ പെട്രോൾ പമ്പ് ആ ഭാഗത്തോടെ തന്നെ ആയിരിക്കും. ഗജരാജ ശില്പത്തിൻ്റെ അവിടെ അന്ന് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല പറഞ്ഞു. മൊബൈൽ ക്യാമറ കുഴപ്പമില്ല. ഉൾപ്രദേശം ഉദ്യാനത്തിനകത്ത് ക്യാമറേൻ്റെ എടുക്കാൻ, ഷൂട്ട് ചെയ്തെടുക്കാൻ പാടില്ല. എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് കോങ്ങാട് കുട്ടിശങ്കരനാണ്. ഇതാ അതിൻ്റെ അടുത്ത് നിൽക്കുക. ശരിക്കും ആനയെ പോലെ തന്നെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെയുള്ള ഗാർഡനിൽ ഡാമിൻ്റെ പരിസരത്തൂടെ നടക്കുക. ഗാർഡനിലൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുക കേട്ടോ. ഫാമിലിനൊക്കെ കൊണ്ടുവരാം. വളരെ എന്താ പറയുക, സ്റ്റേഡിയത്തിൽ നിന്ന് ആകെ 60 രൂപ അങ്ങനെ വരുന്നുള്ളൂ ഒരാൾക്ക് വരാൻ മാത്രം. ഒരു 120 രൂപ അത്ര തന്നെ. സുഖമായിട്ട് ഫാമിലിക്ക് ബസ്സിൽ വരികയാണെങ്കിൽ അങ്ങനെ വരാം. വണ്ടി എടുത്ത് വരുന്ന ചെറിയ ഗാർഡനൊക്കെ നല്ല കണ്ട് സുഖം. സൺഡേ ദിവസങ്ങളൊക്കെ കുട്ടികളെ വിളിച്ച് ഇത് കണ്ടോ, കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. കാര്യങ്ങളോ ഞാൻ ചെറുപ്പത്തിലേ കളിച്ചു വന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളും ക്വാർട്ടേഴ്സിലൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഈ ഡാമിൻ്റെ വർക്കിനവർക്ക് വേണ്ടി താമസിക്കാവുന്ന ക്വാർട്ടേഴ്സിലാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. അന്നൊക്കെ അത് ഇടിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഉദ്യാനമാക്കിയതല്ലേ. 30 രൂപയാണ് അതിൻ്റെ എൻട്രി ഫീസ്. അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഗാർഡനിങ്ങനെ കണ്ടിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ തിരക്കുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉദ്യാനം ക്ലീനാക്കുന്നവരും വലിയ ഇതൊന്നും ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത്യാവശ്യമാണ്. കപ്പിൾസാണ് അവിടെ കൂടുതൽ സൺഡേ ആയി കഴിഞ്ഞാൽ. ഇങ്ങനെ കാണാം, നടന്നു പോകാം.
ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇവിടെ. അങ്ങനെ എന്താ കാരണം വെച്ചാൽ ഞാൻ ജനിച്ച സ്ഥലവും ആ സ്കൂളും ഇവിടുത്തെ വീടൊന്നും ഇപ്പം നമ്മുടെ ഭാഗത്തൊന്നും വീടൊന്നും കാണാനില്ല. മോള് നോക്കിയിട്ട് ചിൽഡ്രൻസ് പാർക്കിൻ്റെ താഴെ ചിൽഡ്രൻസ് പാർക്ക് വേണ്ട കുട്ടികളെ കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിറയുണ്ടാണ്. നല്ല രസമാണ്. കുട്ടികളൊക്കെ വിളിച്ചിട്ട് വന്നാലേ സുഖമായിട്ട് ഇവിടെ നിന്ന് കളിക്കാം. പന്തരമായിട്ട് താഴേക്ക് മാത്രം നേടിയിട്ടാണ്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കാണാൻ. ഇതാണ് നമ്മുടെ ഡാം. ഡാമിൻ്റെ ഭാഗത്താണ്. പിന്നെ ഡാമിൻ്റെ മോൾ ഭാഗത്തേക്ക് പോകണം. അതുകൊണ്ട് പമ്പൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറ്റിക്കൊണ്ട് ജലസേചന വകുപ്പിൻ്റെ വൈദ്യുതി ജലസേചന വകുപ്പ് കേട്ടോ. വൈദ്യുതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. വൈദ്യുതി ജലസേചന വകുപ്പ് അതൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതൊക്കെ ഇതാ താഴെ ബോട്ടുകൾ വരുന്നുണ്ട്. അതോ ബോട്ട് വരുന്നു, കളിക്കണ ബോട്ടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. എന്താ കാരണം വെച്ചാൽ പണ്ട് നമ്മൾ ഇതുപോലൊന്നും സൗകര്യങ്ങളൊന്നുമില്ല. പണ്ടേ നമ്മളിതുപോലെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല. അവിടെ ഇങ്ങനെ പാറ ഇടിഞ്ഞിട്ടും അതൊക്കെ ആയിട്ട് ഇപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കുറേ മുന്നേറ്റം കണ്ടിട്ടുണ്ട്. ഞാൻ മുകളിലേക്ക് പോകാം, ഡാമിന് മുകളിലേക്ക് പോകണം. കുറച്ച് ഇതിനുള്ളിൽ കൂടെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങനെ ചുറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് ഇനി കയറാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇങ്ങനെ പതുക്കെ നടക്കാം. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി പോയിട്ട് കുന്നാണ്, അവിടുന്ന് അങ്ങനെ കാണാൻ എൻ്റെ ഭാഗമൊക്കെ ഉണ്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇനി പടിക്കെട്ട് കയറാമോ, മുകളിലേക്ക് പോകണ്ടേ. മുകളിലേക്ക് പോയിട്ട് വേണം ഡാമിൻ്റെ തലയ്ക്ക് എത്താൻ. അപ്പോൾ നടക്കാൻ കേട്ടോ ഞാൻ. ഇത്രയും പടി കയറിയിട്ടേ ഞാൻ താഴെ നിന്ന് അങ്ങനെ കയറി മുകളിലോട്ട് വന്നു. ഓ, മുകളിൽ കയറി നിൽക്കുക. അതവിടെ കണ്ട താഴെ ഇതാണ് സ്ഥലങ്ങൾ. ഡാമിലുണ്ടോ വെള്ളമൊക്കെ ഉണ്ട്. എന്താ എഴുതിങ്ങനെ ബോർഡ് കണ്ടോ, 6:30 ശേഷം ഡാമിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. താഴെ വരെയും വെള്ളം, കടൽ പോലെ നിറയുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യമൊന്നും കൊണ്ടുവരരുത്. അതിന് ഒരു ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട് അതിനായിട്ട്. അപ്പോൾ ഇനി നടക്കുകയാണ്. ഇതാ കാണുന്ന മലയുടെ ഭാഗമാണ് പാലക്കയം എന്നൊക്കെ പറയുന്നത്. അവിടേക്കൊന്നും ബസ്സില്ല സംഭവം. ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാൻ ആവശ്യം വെച്ചിട്ടാണ്. ഇരുമ്പച്ചോല എല്ലാം ഒന്നും കണ്ടില്ല. കാരണം അവിടെ പോയപ്പോൾ വെറും വീടുകളൊക്കെ ആയി. ഉണക്ക കാടുകളോ അങ്ങനെയൊന്നുമില്ല. കുറേ വീടുകളുണ്ട്, ചെറിയ ചെറിയ നീർച്ചോലകളും അത്രയേ ഉള്ളൂ. വേറെ കാണാനൊന്നുമില്ല. പാലക്കയത്തിലും ഏകദേശം മലയുടെ സൈഡിൽ കൂടെയാണ്. പാലക്കയത്തിൽ നിന്ന് ശിരുവാൻ്റെ ഡാമിൻ്റെ അടുത്ത് എത്തില്ല. പാലക്കയം കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു 2 കിലോമീറ്ററും കൂടി പോകണമെന്ന് പറഞ്ഞു. ഒരു ഓട്ടോക്കാരോട് ചോദിച്ച് പോകാൻ പറഞ്ഞു 400 രൂപയാണ്. ശരി എന്ന് പറഞ്ഞു. കാരണം പാലക്കയത്തേക്ക് എപ്പോഴും ബസ്സുണ്ടാവും. തിങ്കൾ ടു വെള്ളി ശനി വരെയൊക്കെ ബസ്സുണ്ടാവും. അവിടെ കാണാനൊന്നുമില്ല മലപ്രദേശങ്ങൾ. വെറുതെ പോയിട്ടൊന്നും കറങ്ങിയിട്ട് വരാമെന്നുള്ളൂ. സ്ഥലങ്ങൾക്ക് 300 പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി മറക്കുകയാണ് ഞാൻ. ഡാമിൻ്റെ റിസർവോയർ മുകളിലോട്ട് കേട്ടോ. അവിടെ ഏണയൊക്കെ മുകളിൽ കയറാം. പിന്നെ വെള്ളം നിറയെ വെള്ളമുണ്ട്. നമ്മുടെ മലമ്പുഴ ഡാമാണോ കാഞ്ഞിരപ്പുഴ ഡാമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതും പറയാൻ പറ്റില്ല. അത്രയ്ക്കും വെള്ളമുണ്ട്. മലമ്പുഴയിലും വെള്ളമുണ്ട്, ഇവിടെയും വെള്ളമുണ്ട്. ഇവിടെ ഇരുമ്പുഴച്ചോല കാണുന്ന ഭാഗത്ത് ഇരുമ്പുഴച്ചോല മലയാണത് കാണുന്നത്. അവിടെ നിന്ന് നീർച്ചോലകളൊക്കെ വരുന്നുണ്ട് വെള്ളം. അതുപോലെ പാലക്കയത്തും ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളും കൂടി വരുന്നുണ്ട്.
നമ്മളിങ്ങനെ നടന്ന് ഞാൻ ഡാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ ഡാമിൻ്റെ മുകളിലൊക്കെ നടക്കുക. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. താഴേക്ക് നോക്കുന്നുണ്ടോ വെള്ളം? അതാ ആ കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ അങ്ങനെ പോയാൽ പാലക്കയം വഴി ഇങ്ങനെ പോവാം. ഡാമിൻ്റെ ഭാഗമല്ലേ. ഇതോ ഇപ്പോൾ അവിടെ ഇങ്ങനെ കാണിച്ചത് എന്താ ഡാമിൻ്റെ താഴെ ഭാഗം. ഡാമിൻ്റെ മുഖത്ത് കാഴ്ചകളൊക്കെ അവസാനിച്ചു കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ക്യാമ്പിലേക്ക് വരാം. എന്നപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങളിവിടെ താഴെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ. വെയിലായതുകൊണ്ട് നല്ല വെയിലാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ. ഇനിയിപ്പോൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ടേ നടക്കാനൊന്നും പറ്റുന്നില്ല.